പാരബനെക്കുറിച്ച് കഴിഞ്ഞ ശനിയാഴ്ച നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 17-ാം തീയതി ഫെബ്രുവരി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് തിങ്കളാഴ്ച 19-ാം തീയതി ഏഷ്യയിലെ 8 രാജ്യങ്ങളിൽ നിന്നായി 12 NGO സ്ഥാപനങ്ങൾ സംയുക്തമായി നടത്തിയ ഒരു EDC റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് എൻഡോക്രൈൻ ഡിസ്റ്റർബിംഗ് കെമിക്കൽസ് ഇൻ പ്രൊഡക്ട്സ്. ഈ റിപ്പോർട്ടുകൾ പ്രകാരം 8 രാജ്യങ്ങളിൽ നിന്നായി ഏകദേശം 365ഓളം പ്രൊഡക്റ്റുകളാണ് റിസർച്ചിനായി ഇവർ ശേഖരിച്ചത്. ഇതിൽ ഇന്ത്യയിൽ നിന്ന് മാത്രം 80 പ്രൊഡക്റ്റുകൾ, അതിൽ 21 പ്രൊഡക്റ്റും കുട്ടികൾക്കായി മാത്രം വിൽക്കപ്പെടുന്നവയും. ഇവയിലെ പല ഉൽപ്പന്നങ്ങളിലും പാരബൻസിൻ്റെ അളവ് കണ്ടെത്തിയിട്ടുണ്ട്. ഡിയോഡ്രൻറ്റ്, ടൂത്ത് പേസ്റ്റ്, ബേബി വാഷ്, ഫെമിനൈൻ വാഷ്, ഹാൻഡ് വാഷ്, മൗത്ത് വാഷ്, ബേബി മൗത്ത് വൈപ്പ്, മോയ്സ്ചറൈസർ, ഫേസ് വാഷ് എന്നീ തുടങ്ങുന്ന 365ഓളം പ്രൊഡക്റ്റുകളാണ് ഇവർ ടെസ്റ്റിനായി ശേഖരിച്ചത്. ഇന്ത്യയിൽ നിന്നും എടുത്ത 80 പ്രൊഡക്റ്റുകളിൽ 7 എണ്ണത്തിൽ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് പോലുമില്ല. കഷ്ടം. ഏകദേശം 269 പ്രൊഡക്റ്റുകളിൽ 60 എണ്ണത്തിലും പാരബൻ ഇൻകറക്റ്റ് ആയിട്ടാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഇത് 65 പ്രൊഡക്റ്റുകളിലെ 15 എണ്ണത്തിലും ഇത് തന്നെ അവസ്ഥ. ഇനി ടോക്സിക് കെമിക്കൽസ് ആയ പ്രോപ്പിൽ പാരബൻ